الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد അർഹമുറാഹിമായ അള്ളാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്നലെ പറഞ്ഞു വെച്ചത് പരിശുദ്ധമായ കഅബ ശരീഫിനെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും അവൻ്റെ പട്ടാളവും ആനയുമായിട്ട് മക്കയിലേക്ക് വന്നു. ആ മക്കയിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അബ്രഹത്ത് എന്തു ചെയ്തു? മക്കക്കാരുടെ എല്ലാ ഒട്ടകങ്ങളെയും അതേപോലെ ആടിനെയും എല്ലാം എന്താക്കി പൊളിച്ചു വെച്ചു. മോന്തിയാമ്പക്ക് ആടെല്ലാം ഒട്ടകെല്ലാം അവരെ കൂടിലേക്ക് പോവണം. ആ പോവാത്ത പോലെ എല്ലാം എന്താക്കി പൊളിച്ചു വെച്ചു. അതേപോലെ പൊളിച്ചു വെച്ചിട്ട് മക്ക ഖുറൈശികൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പൊളിച്ചു വെക്കുകയാണ്. ഇത് അറിഞ്ഞ അബ്ദുൽ മുത്തലിബും ആളുകളും മക്കയിൽ നിന്ന് അബ്രഹത്തിനടുത്തേക്ക് വന്നു. വരുമ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഖുറൈശികളെ, കഅബ ഷരീഫിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ആലോചനാക്കേണ്ട വിഷയമില്ല. കഅബ ഷരീഫിന് ഒരു പടച്ച റബ്ബുണ്ട്. ആ റബ്ബ് എന്തായിക്കോളും നോയിക്കോളും. ഞങ്ങൾ ഇപ്പോൾ അവരടുത്തേക്ക് തന്നെ പോന്നു. ഞങ്ങളെ ഒട്ടകങ്ങളെയും ഞങ്ങളെ ആടിനെയും അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ കഅബ ഷരീഫിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ പോകേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബും അതേപോലെ ഖുറൈശികളും മക്കയിൽ നിന്നിട്ട് പുറപ്പെട്ട് സബീർ എന്ന പർവ്വതം, ഒരു ഗുഡയാണത്. സബീർ എന്ന് വെച്ചാൽ ഒരു ഗുഡ. അത് ആ പർവ്വതത്തിലേക്ക് എത്തിയപ്പോൾ, സബീർ പർവ്വതത്തിൻ്റെ പേരാണ്. ആ പർവ്വതത്തിലേക്ക് എത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ നെറ്റിത്തടത്തിൽ നിന്നിട്ട്, അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിൻ്റെ ഉപ്പാപ്പയാണ്, അബ്ദുൽ മുത്തലിബിൻ്റെ നെറ്റിത്തടത്തിൽ നിന്നിട്ട് ചന്ദ്രനെ പോലെ കത്തിപ്രകാശിക്കുന്ന റസൂലുള്ളാഹിൻ്റെ ഒരു മുഖരൂപം, ഹബീബായ മുത്തുനബിൻ്റെ ഒരു മുഖത്തിൻ്റെ രൂപം ചന്ദ്രനെ പോലെ കത്തിപ്രകാശിച്ചിട്ട് അതിൻ്റെ വെളിച്ചം ഒരു ലൈറ്റിൽ, ഞങ്ങൾ ലൈറ്റ് അടിച്ചെങ്കിൽ എത്ര ദൂരം എത്തും, ആ ലൈറ്റിൻ്റെ വെളിച്ചം നമുക്ക് കാണും. അതേപോലെ അബ്ദുൽ മുത്തലിബിൻ്റെ നെറ്റിത്തട പുറത്തു വന്ന ആ ലൈറ്റ്, ആ പ്രകാശം കഅബ ശരീഫിലേക്ക് അടിച്ചു. ലൈറ്റ് അടിക്കും പോലെ നെറ്റിത്തട പുറത്തു വന്ന ആ പ്രകാശം കഅബ ശരീഫിലേക്ക് അടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് ഖുറൈശിയോട് പറഞ്ഞു, മആശിറ ഖുറൈശ്, ഇർജിഉ ഖദ് കുഫീതും ഫവല്ലാഹി മസ്തദാറ ഹാദൻ നൂറു മിന്നി ഖത്തു ഇല്ലാ കാനൽ ലഫർ. ഖുറൈശികളെ, ഇനി അബ്രഹത്ത് രാജാവിനടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇനി ഈ ഒട്ടകത്തിൻ്റെ വിഷയത്തില, ആടിൻ്റെ വിഷയത്തില ഞങ്ങൾ അബ്രഹത്ത് രാജാവുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്ത്? ഇർജിഊനി, വാപ്പാസ് മടങ്ങിക്കോളി, മക്കയിലേക്ക് തന്നെ മടങ്ങിക്കോളി. ഖദ് കുഫീതും ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എൻ്റെ നെറ്റിത്തടത്തിനിട്ട് ഈ പ്രകാശം പുറത്തു വന്നാൽ ഏതൊരു വിഷയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹു എനിക്ക് സാധിപ്പിച്ചു തരും, എനിക്ക് വിജയം തരും. ഞങ്ങളെ ഒട്ടകം ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. ഇനി അബ്രഹത്തുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ചു പോകാം. കാരണം ഇന്നുവരേക്കുള്ള ചരിത്രം, എൻ്റെ ഈ നെറ്റിത്തടത്തിട്ട് ഈ പ്രകാശം നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ആ പ്രകാശം കഅബ ശരീഫിലേക്ക് അതിൻ്റെ വെളിച്ചം എത്തിപ്പോയി. ആ വെളിച്ചം നിങ്ങൾ കണ്ടല്ലോ. ഇനി നിങ്ങൾ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, നമുക്ക് മടങ്ങിപ്പോകാം. അങ്ങനെ അബ്ദുൽ മുത്തലിബും അതേപോലെ കൂട്ടരും തിരിച്ചു മക്കയിലേക്ക് പോകുന്നു. അപ്പോഴാണ് അബ്രഹത്ത് രാജാവ് അവൻ്റെ ഒരു ദൂതനെ, അവൻ്റെ ഒരു പട്ടാളത്തിൽപ്പെട്ട ഒരാളെ, ഹുനൂതത്തുൽ ഹിമ്യരി എന്ന പേരിൽ പറയപ്പെടുന്ന ഒരു ദൂതനെ മക്കയിലേക്ക് കടത്തി. ആ വ്യക്തി പരിശുദ്ധമായ കഅബ ശരീഫിനടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, ഖുറൈശികൾക്കുള്ള നേതാവാരാണ്? നിങ്ങളുടെ നേതാവാരാണ്? ഞാൻ അബ്രഹത്ത് രാജാവിൻ്റെ ആളായിട്ടാണ് നിങ്ങളടുത്തേക്ക് വന്നത്. ആരാണ് നിങ്ങൾക്കുള്ള നേതാവ്? അപ്പോൾ അബ്ദുൽ മുത്തലിബിനെ അവർ കാണിച്ചു കൊടുത്തു, ഇയാളാണ് ഞങ്ങളുടെ നേതാവ്. ആ വന്ന ദൂതൻ, ആ അബ്രഹത്ത് രാജാവിൻ്റെ ആ പട്ടാളത്തിൽപ്പെട്ട ആ ദൂതൻ അബ്ദുൽ മുത്തലിബിനെ കണ്ടതോടുകൂടി അവൻ്റെ നാവ് അടഞ്ഞുപോയി.
നാവിൻ്റെ ചലനം നിന്നുപോയി. അവൻ ഒരു കാളയെ ഒരു പോത്തിനർത്തിട്ടാൽ ആ പോത്ത് എങ്ങനെയാണ് കരയുന്നത്, അതേപോലെ ഭൂമിയിലേക്ക് വീണിട്ട് കരയാൻ തുടങ്ങി. ഒരു ആടിനർത്തെങ്കിൽ ഒരു പോത്തിനർത്തെങ്കിൽ ആ അർത്ഥ സമയത്ത് ഒരു കരച്ചിലുണ്ടാകുമല്ലോ, അത് വീണിട്ട്. അതേപോലെ കാബൻ്റെ അടുത്ത് അവൻ വീണിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ ബോധം തിരിച്ചു വന്നപ്പോൾ, ആ കരച്ചിൽ നിന്നപ്പോൾ അവൻ പറഞ്ഞു, എന്ത് ചെയ്തു? അവൻ അബ്ദുൽ മുത്തലിബിനെ കണ്ടപാട് സുജൂദിൽ വീണു. എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിൻ്റെ മുമ്പിൽ വിനയത്തോടു കൂടി നിന്നിട്ട് പറഞ്ഞു, അബ്രഹത്ത് രാജാവ് നിങ്ങളുമായിട്ട് യുദ്ധത്തിന് വന്നതല്ല. അബ്രഹത്ത് രാജാവ് വന്നത് ഈ കാണുന്ന കാബയെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിങ്ങളുമായിട്ട് യുദ്ധത്തിന് വന്നതല്ല. നിങ്ങൾക്ക് മുണ്ടാണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ പ്രതികരിക്കാതെ അബ്രഹത്ത് രാജാവിനോട് ഒന്നും യുദ്ധം ചെയ്യാതെ നിങ്ങൾക്ക് മുണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അവൻ്റെ ഒരേ ഉദ്ദേശമുള്ളൂ, ഈ കാബ ശരീഫിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കാബ ശരീഫിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അതിലേക്ക് പടച്ച റബ്ബ് ഒരുത്തനുണ്ട്. ആ കാബ ശരീഫിനെ പടച്ച റബ്ബ് എന്നുണ്ട്, ഒരുത്തനുണ്ട്. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനുമില്ല. ഞങ്ങൾക്കുള്ള ഒട്ടകവും ഞങ്ങൾക്കുള്ള ആടും തിരിച്ചു തരണം. ആ അബ്ദുൽ മുത്തലിബിനെ കാണുമ്പോൾ ഈ വന്ന ദൂതൻ പറഞ്ഞു, അഷ്ഹദു അന്നക സയ്യിദു ഖുറൈശി ഹഖൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുറൈശികൾക്കുള്ള നേതാവ് തന്നെയാണ്. നിങ്ങളാണ് ഈ ഖുറൈശികൾക്കുള്ള യഥാർത്ഥ നേതാവ്, നിങ്ങൾ തന്നെയാണ്. കാരണം അബ്ദുൽ മുത്തലിബിൻ്റെ ആ പ്രകാശം കണ്ടപ്പോൾ അവൻ ബോധം കിട്ടു. അവൻ്റെ നാവിൻ്റെ ചലനം നിന്നുപോയി. ഒരാടർത്തതുപോലെ, പോത്തറുത്തതുപോലെ അവൻ വീണിട്ട് അവിടുന്ന് കരയാൻ തുടങ്ങി. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുജൂദ് ചെയ്യും പോലെ അവൻ വിനയത്തോടു കൂടി നിന്നിട്ട് പറഞ്ഞു, യാ അബ്ദുൽ മുത്തലിബ്, അഷ്ഹദു അന്നക സയ്യിദു ഖുറൈശിൻ ഹഖൻ, യഥാർത്ഥത്തിൽ നിങ്ങൾ ഖുറൈശികൾക്കുള്ള നേതാവാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താക്കാം, അബ്രഹത്തുമായിട്ട് ചർച്ച നടത്താം. അങ്ങനെ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും ഖുറൈശികളും അബ്രഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അബ്രഹത്ത് അവൻ്റെ ആ ഈ സിംഹാസനത്തിൽ അവൻ്റെ ആ കട്ടിൽ ഇറന്നിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിനെ കണ്ടപാട് അവൻ ആ സിംഹാസനത്തിൽ നിന്നിട്ട് അവൻ്റെ കട്ടിലിട്ട് താഴെ ഇറങ്ങിപ്പോയി. ആരിറങ്ങുന്ന? അബ്രഹത്ത് രാജാവ്. ആരെ കണ്ടപ്പോ? അബ്ദുൽ മുത്തലിബിനെ കണ്ടപാട് അവൻ എഴുന്നേറ്റ് നിന്ന് പോയി. എന്നിട്ട് ചോദിച്ചു, ഹൽ കാന ഫീ ആബാഇക മൻ കാന ലഹു മിസ്ലു ഹാദൻ നൂരി വൽ ജമാലി, ഇത്രയും പ്രകാശമുള്ളോ, ഇത്രയും ഭംഗിയുള്ളോ ഒരാള് നിങ്ങളെ ബാപ്പാമാരെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉള്ളാരാ? ഈ പ്രകാശം നിങ്ങൾക്ക് മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ മുന്നത്തെ ബാപ്പന്മാർക്ക് ഉണ്ടായില്ല? ഇത്രയും ഭംഗിയും ഇത്രയും ചന്ത, ഇത്രയും ഭംഗി, ഇങ്ങനത്തെ ഒരു പ്രകാശം വേറെ ആർക്കും ഉണ്ടായിട്ടുണ്ടാ? അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി, നഅം കുല്ലു ആബാഇ കാന ലഹും ഹാദൻ നൂറു വൽ ബഹാഉ, ഈ ഭംഗിയും ഈ ഗാംഭീര്യവും ഈ പ്രകാശവും ഞങ്ങൾക്കുള്ള എല്ലാ ബാപ്പന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമുള്ളതല്ല, എൻ്റെ ബാപ്പക്ക് എല്ലാ ബാപ്പന്മാർക്കും ഈ പ്രകാശവും ഈ ഗാംഭീര്യവും ഈ ബഹുമാനവും ഈ ചന്തവും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് അബ്രഹത്ത് രാജാവ് പറഞ്ഞത്, ഫഅൻതും ഖൗമുൻ ഖദ് ഫാഖർതുമുൽ മുലൂക വഖദ് ഹുഖ്ക ലക അൻ തകൂന സയ്യിദ ഖൗമിക്. അപ്പോ അബ്രഹത്ത് രാജാവ് പറയുന്നു, അഭിമാനിക്കാൻ പറ്റിയ വിഭാഗം തന്നെയാണ് നിങ്ങളെ ജമാലും നിങ്ങളെ ചന്തവും നിങ്ങളെ ഭാഗത്ത് അടിച്ചു വീശുന്ന ഈ പ്രകാശം കൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു വിഭാഗം തന്നെയാണ്. ഈ ജനതയ്ക്ക് നേതാവാകാൻ പറ്റിയ ആള് നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹത്ത് രാജാവ് അവൻ്റെ കട്ടിലിൽ അബ്ദുൽ മുത്തലിബിനെ ഇരുത്തുകയാണ്. മറുഭാഗത്ത് അവൻ്റെ പട്ടാളക്കാരുണ്ട്, ആനകളുണ്ട്. ഓരോ ആനകൾക്കും വലിയ വലിയ അതിൻ്റെതായിരിക്കുന്ന ബഹുമാനം കൽപ്പിച്ചിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ആനയുണ്ട്, വലിയ ആന. ആ ആനൻ്റെ 2 കൊമ്പിലും അതാ മുത്തും മാണിക്കം കൊണ്ടിട്ട് അതിനെ കൊത്തിവെക്കപ്പെട്ടതിന് ചമയിച്ചിന്
അതിൻ്റെ ഫുള്ളൊരു കൊമ്പുരും തലയിലും മുത്തും മാണിക്കയാണുള്ളത്. വേറെയും ഒരുപാട് ആനകളുണ്ട്. ഈ ആനൻ്റെ വിശേഷം എന്താണ്? എല്ലാ ആനകളും അബ്രഹത്തിൻ്റെ മുന്നിലെത്തിയാൽ സുജൂദിലായി വീഴും എന്ന് പറഞ്ഞാൽ ആനക്കിൻ്റെ ബഹുമാനം കൊടുക്കും. പക്ഷേ ഈ വലിയ ആന അങ്ങനല്ല. അത് നല്ല അഹങ്കാരത്തോടു കൂടി അബ്രഹത്തിനെ കാണുമ്പോൾ തല കുണിക്കുന്ന വിഷയമില്ല. അതിൻ്റെതായ നല്ലൊരു ഗാംഭീര്യത്തോടെ എപ്പോഴും നിൽക്കും. പക്ഷെ അത് ആ ആനയെ മുന്നിൽ വെച്ചിട്ടാണ് എല്ലാ രാജാക്കന്മാരെ മുന്നിൽ എന്താക്കുന്നത്, ഓൻ്റെ ബഹുമാനം, ഓൻ്റെ സ്ഥാനവും കാണിക്കുന്നത്. അങ്ങനെ അബ്രഹത്ത് രാജാവ് വന്നപ്പോൾ അവൻ്റെ കട്ടിലിൽ ഇരുത്തി ഈ ആനനെ ആനനെ കൊണ്ടുപോകുന്ന പാപ്പാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ വലിയ ആന എന്താക്കണു കൊണ്ടുവന്നു. സുജൂദ് ചെയ്യാത്ത, അതിൽ മുത്തും മാണിക്യം കൊണ്ട് ചമയ്ക്കപ്പെട്ട് വലിയ ഗാംഭീര്യത്തിൽ നിൽക്കുന്ന ആ ആനയെ അബ്ദുൽ മുത്തലിബിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. അത് രാജാക്കന്മാർ അവർ കാണിച്ചു വെക്കുന്നൊരു അവരൊരിതാണ്. അങ്ങനെ ആ പാപ്പൻ ആ ആനയെ കൊണ്ടുവന്നു. നോക്കണം, ആനയെ കൊണ്ടുവന്നിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആന സുജൂദിലാകുന്നു. അബ്രഹത്തിന് പോലും മടങ്ങാത്ത, അബ്രഹത്തിന് പോലും ബഹുമാനം കാണിക്കാത്ത ആന ഈ അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ അതാ അബ്ദുൽ മുത്തലിബിൻ്റെ മുമ്പിൽ അത് സുജൂദ് ചെയ്തു. എന്നിട്ട് മനുഷ്യൻ സംസാരിക്കും പോലെ, ബിലിസാനിൻ ഫസീഹിൻ, മനുഷ്യർ സംസാരിക്കും പോലെ, മനുഷ്യൻ നാവ് കൊണ്ട് സംസാരിക്കും പോലെ അതൊരു സംസാരം. അതാണ് റസൂലുള്ളാഹിന്റെ മൗലിദ്. ഞങ്ങൾ മാത്രമല്ല ഓതിയത്, ഇവിടെയുള്ള മൃഗങ്ങൾ ഓതുന്നുണ്ട്, ഇവിടെയുള്ള പക്ഷികൾ ഓതുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിനെ കാണുമ്പോൾ ആ ആന പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നൂർ الذي في ظهرك يا عبد المطلب معك العز والشرف لم تذل ولم تغلبا. എന്താണ് പറഞ്ഞത്? ഓ പ്രകാശമേ, അസ്സലാമു അലൈക അയ്യുഹൻ നൂർ, ഓ പ്രകാശമേ, ഓ നൂറേ, അള്ളാഹുവിൻ്റെ സലാം നിങ്ങൾക്കുണ്ടാകട്ടെ. എങ്ങനത്തെ പ്രകാശം? അല്ലദീ ഫീ ളഹ്രിക യാ അബ്ദുൽ മുത്തലിബ്, ഓ അബ്ദുൽ മുത്തലിബേ, നിങ്ങളെ മുതുവിലുള്ള ആ പ്രകാശത്തിലേക്ക് അള്ളാഹുവിൻ്റെ സലാമത്തുണ്ടാകട്ടെ. എന്നിട്ട് പറയുന്നു, അൽ ഇസ്സു മഅകൽ ഇസ്സു വശറഫു ലം തുസല്ല വലം തുഗ്ലബ, നിങ്ങൾക്കാണ് ഇസ്സത്ത്, നിങ്ങൾക്കാണ് അഭിമാനം, ഒരിക്കലും നിങ്ങൾ തോറ്റു പോകൂല, ഒരിക്കലും നിങ്ങൾ തളർന്നു പോകൂല, ഒരിക്കലും നിങ്ങൾ ഇസ്സത്ത് കേടിലായി പോകൂല, നിങ്ങൾക്കാണ് അഭിമാനം, നിങ്ങൾക്കാണ് ഇസ്സത്ത്. ഇതാര് പറയുന്നത്? ആര് പറയുന്നത്? അബ്രഹത്ത് രാജാവിൻ്റെ ആന പറയുന്നത്. ഇത് കണ്ടപ്പോൾ അബ്രഹത്ത് ഞെട്ടിപ്പോയി. എനിക്ക് പോലും സുജൂദ് ചെയ്യാത്ത, ഇത്ര കാലം ഞാനിപ്പോൾ വളർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ആനകളും എൻ്റെ മുമ്പിൽ തല കുണിക്കുന്നുണ്ട്, എനിക്ക് പോലും തല കുണിക്കാത്ത, ഇതുവരേക്കും കാണാത്ത അബ്ദുൽ മുത്തലിബിലേക്ക് ഇത് സുജൂദ് ചെയ്യുകയാണോ? എന്നിട്ട് മനുഷ്യർ സംസാരിക്കും പോലെ ഒരാളെ മഹത്വം എടുത്തു പറയുകയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, ഇത് സിഹറാണ്, ഇത് അബ്ദുൽ മുത്തലിബ് കൊണ്ടുവന്ന ഒരു സിഹറാണ്, ഒരു മാട്ടമന്ത്രമാണ്. എന്നിട്ട് അവൻ്റെ സാഹിര്യങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അൽ വൈലു ലക്കും ഹദ്ദിസൂനി അൻ ഹാദൽ ഫീലി ലിമ സജദ ലി അബ്ദുൽ മുത്തലിബ്. ഓ സാഹിര്യങ്ങളെ, നിങ്ങൾ പറഞ്ഞു തരണം, നിങ്ങൾ ഞാൻ വെറുതെ വിടൂല, നിങ്ങൾ പറഞ്ഞു തരണു, എന്തിനാണ് ഈ അബ്ദുൽ മുത്തലിബിലേക്ക് ഈ ആന സുജൂദ് ചെയ്തത്? ഈ അബ്ദുൽ മുത്തലിബിലേക്ക് എന്തിനാണ് ആന സുജൂദ് ചെയ്തത്? ഇത്രയും കാലം എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴാണ് അവിടെയുള്ള അവൻ്റെ സാഹിര്യങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഓ അബ്രഹത്ത് രാജാവെ, പറഞ്ഞിട്ട് കാര്യമില്ല, നീ പറയും പോലെയല്ല. അബ്ദുൽ മുത്തലിബിനല്ല സുജൂദ് ചെയ്തത്. ഈ ആന സുജൂദ് ചെയ്തത് അബ്ദുൽ മുത്തലിബിനല്ല. ഈ ആന സലാം പറഞ്ഞ അബ്ദുൽ മുത്തലിബിനല്ല. പിന്നെ ഒരു പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്തത്. എങ്ങനത്തെ പ്രകാശം? ഖിയാമത്ത് നാളിൽ അതാ ഇയാളെ മുതുവിൽ ഉള്ള ഒരു പ്രകാശം, അത് ഖിയാമത്ത് നാളിൽ വരും. യുഖാൽ ലഹു, ആ പ്രകാശത്തിലേക്ക് പേര് പറയപ്പെടും മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിക്കാണ് സലാം പറഞ്ഞത്, ആ മുഹമ്മദ് നബിക്കാണ് എന്താക്കിയത്? ഇത് സുജൂദ് ചെയ്തത്. അപ്പോൾ ഈ വന്ന സാഹിര്യങ്ങൾ പറഞ്ഞു, പ്രഭു അബ്രഹത്തെ എനിക്ക് ക്ഷമിക്കണം, എനിക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ കൈയൊന്ന് മുത്താൻ സമ്മതം തരണം.
അബ്ദുൽ മുത്തലിബിന്റെ കൈയൊന്ന് മുത്താൻ നിങ്ങൾക്ക് സമ്മതം തരണം. ആര് പറയുന്നത്? ഈ അബ്രഹത്ത് രാജാവിന്റെ സാഹിര്യങ്ങളായ അവന്റെ പണ്ഡിതന്മാർ പറയുന്നു. എല്ലാവരും കൈമുത്തിയാരത്? അബ്ദുൽ മുത്തലിബിൻ്റെത്. അബ്രഹത്ത് രാജാവ് വന്നിട്ട് അവന്റെ അബ്ദുൽ മുത്തലിബിന്റെ തല ചുംബിച്ചു. സുബ്ഹാനല്ലാഹ്. ഇത് അറിയണം മുഅ്മിനീങ്ങളെ. ഇങ്ങനത്തെ ക്ലാസ് പഠിക്കുന്നത് കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത്. അവന്റെ സാഹിര്യങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ കൈ ചുംബിച്ചു. അവസാനം അബ്രഹത്തിന് എന്താക്കി? കൈ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അബ്രഹത്തെ, ഞങ്ങളെ ഒട്ടകം തന്നു, ഞങ്ങളെ ഒട്ടകം ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെ ആട് ഞങ്ങൾക്ക് വിട്ടു തന്നു. 200 ഒട്ടകം അബ്ദുൽ മുത്തലിബിന് നാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ട്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ആട വലിയ വിഷയം, നിങ്ങൾ കാബല്ലേ? അപ്പൊ പറഞ്ഞു, അന റബ്ബുൽ ഇബിൽ, ഞാൻ ഒട്ടകത്തിന്റെ റബ്ബാണ്, ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. ഇന്നലിൽ ബൈത്തി റബ്ബൻ, കാബ ശരീഫിലേക്ക് റബ്ബ് ഒരുത്തൻ വേറെ ഉണ്ട്. സയംനഉഹു വയഹ്മീഹി, ആ കാബിനെ അവൻ കാക്കും, ആ കാബിനെ പൊളിക്കാൻ വരുന്നവൻ അവൻ വരങ്ങും. അതിന് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ ഒട്ടകം ഞങ്ങൾക്ക് തുറന്നു. അപ്പം പറഞ്ഞു, മാ ഖാനലിയം തനിയ മിന്നി അന്തവതാരിക്കോ, കാബനെ കാക്കുന്ന റബ്ബു സാധ്യത, എന്നിനെന്തും ആ റബ്ബിനിക്കൊന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല. കാബ ഞങ്ങൾ പൊളിക്കുക തന്നെ ചെയ്യും. അവൻ മാറി നിന്നില്ല. അബ്ദുൽ മുത്തലിബും കൂട്ടരും ഒട്ടകവും ആടുമായിട്ട് കാബയിൽ പോയി ഖുറൈശികളോട് പറഞ്ഞു, അബ്രഹത്ത് പിന്മാറുന്ന പ്രശ്നമില്ല. അവിടുന്ന് ദുആരുന്നു, കാബ ശരീഫിൻ്റെ കില്ല പിടിച്ച് ദുആരുന്നു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ നാക്കം മാറി നിൽക്കണം, കാരണം അബ്രഹത്തും കൂട്ടരും വരുന്നുണ്ട്. കാബാൻ്റെ അടുത്ത് വന്നാൽ അസാബ് ഇറങ്ങും. പക്ഷെ അല്ലാഹു തആല മിനൻ്റെയും മുസ്ദലിഫിൻ്റെ മധ്യത്തിൽ കാബയ്ക്ക് എത്തിയിട്ടില്ല. ചരിത്രം പറയുന്നു, മിനൻ്റെയും മുസ്ദലിഫിൻ്റെ മധ്യത്തിൽ അല്ലാഹു തആല അബ്രഹത്തിനെ അബാബീൽ എന്ന ഒരു കൂട്ടം പക്ഷികളെ കൊണ്ടുവന്നിട്ട് ചൂടാക്കപ്പെട്ട കല്ലിയിട്ടിട്ട് നശിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, അബ്രഹത്ത് രാജാവിൻ്റെ ആന പോലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ്, ഇനി ആ പ്രകാശം നേരെ അബ്ദുല്ലാ റളിയല്ലാഹുവിലേക്ക് എത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. ആ പ്രകാശം അബ്ദുൽ മുത്തലിബിലേക്ക് എത്തി. അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇനി അബ്ദുല്ലാഹിന് എത്തണമെങ്കിൽ അതിനെക്കാട്ടി മുന്നേ ഒരുപാട് സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നത്, രണ്ട് വാപ്പന്മാരെന്താക്കിയിട്ടുണ്ട്? അറുക്കും പോലെ അറുക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ കൽപ്പന വന്നിട്ടുണ്ട്. 2 അറുക്കപ്പെട്ട ബാപ്പാൻ്റെ മോനാണ്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പിന്നെ ഒന്ന് സബീഹുല്ലാഹി അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ചരിത്രം പറയും പോലെ ഇല്ല, കാരണം അത്ര നീളമായ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നാളെ അബ്ദുല്ലാ റളിയല്ലാഹുവിലേക്ക് എങ്ങനെയാണ് റസൂലുള്ളാഹിൻ്റെ ആ പ്രകാശം എത്തുന്നതെന്ന് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ